നമുക്കിന്ന് നെയ്യപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിത് നെയ്യിൽ വേണമെങ്കിൽ ആക്കാം. ഈ നെയ്യിൻ്റെ മണം ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഇത് പായണം. നമുക്ക് ഇതൊന്ന് എടുക്കാറുണ്ട്. അത് ഇത്ര ആയിരുന്നു, ഇങ്ങനെ ആയാൽ മതി. നമുക്കിനി ശർക്കര ഉരുക്കിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ പഴം ഒന്ന് തോല കളഞ്ഞിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഈ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ പഴം അടിച്ച് വെച്ചാണ് ഇതും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് ഇളക്കാം. നമ്മുടെ മാവ് റെഡി ആയിരുന്നു. നമ്മളിതൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കുകയുള്ളൂ. നമുക്കിതൊന്ന് ശരിയാവോ നോക്കാം. ഇത് കുറച്ച് ഈ പാത്രത്തേക്ക് എടുക്കാം. അല്ലെങ്കിൽ ഈ പാത്രം ഇങ്ങനെ പൊടിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ എണ്ണ ചൂടായിരുന്നു. നമുക്കിതൊന്ന് ഒഴിച്ച് നോക്കാം ശരിയാവുമെന്ന്. നമുക്കിതൊന്ന് മറച്ചിടാം. നമുക്കിത് ഇതിന്ന് എടുക്കാം. ഇതായത് നമുക്ക് എടുക്കാം. നമ്മുടെ ഇത് ഉണ്ടാക്കൽ കഴിഞ്ഞു. ഞാൻ അറിയണ മാതിരി ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏലക്കാപ്പൊടിയോ ജീരകമോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.